ജലന്ധരൻ എന്ന അതിശക്തിമാനായ അസുരന്റെ ഭാര്യയായിരുന്നു വൃന്ദ. ജലന്ധരൻ തന്റെ അസാധാരണമായ ശക്തിയുടെ പ്രധാന കാരണം തന്റെ പത്നിയായ വൃന്ദയുടെ പാതിവൃത്യമാണെന്ന് വിശ്വസിച്ചു. ദേവന്മാർക്ക് ജലന്ധരനെ തോൽപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ജലന്ധരനെ ഇല്ലാതാക്കാൻ വൃന്ദയുടെ പാതിവൃത്യം ഇല്ലാതാക്കുക എന്നത് അത്യാവശ്യമാണെന്ന് മഹാവിഷ്ണുവിന് മനസ്സിലായി. അതിനാൽ മഹാവിഷ്ണു ജലന്ധരന്റെ രൂപം സ്വീകരിച്ച് വൃന്ദയുടെ അടുത്തെത്തി. വൃന്ദ തന്റെ ഭർത്താവാണെന്ന് കരുതി മഹാവിഷ്ണുവിനെ സ്വീകരിച്ചു. ഇതോടെ വൃന്ദയുടെ പാതിവൃത്യം ഇല്ലാതായി. വൃന്ദയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ട ഉടൻ തന്നെ യുദ്ധക്കളത്തിൽ ജലന്ധരൻ കൊല്ലപ്പെട്ടു. തന്റെ പാതിവൃത്യം ഇല്ലാതാക്കിയത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ വൃന്ദ കോപാകുലയായി മഹാവിഷ്ണുവിനെ ശപിച്ചു. എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് കറ്റിയതുപോലെ അങ്ങയുടെ ഭാര്യയും അങ്ങയിൽ നിന്ന് കറ്റാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം. കൂടാതെ തന്നെ വഞ്ചിക്കാൻ വിഷ്ണു സ്വീകരിച്ച രൂപം കല്ലായി മാറട്ടെ എന്നും ശപിച്ചു. ഈ ശാപമാണ് പിന്നീട് സാലഗ്രാമമായി മാറിയത് എന്നാണ് വിശ്വാസം. തുടർന്ന് വൃന്ദ അഗ്നിയിൽ സ്വയം ഹോമിച്ച് ആത്മാഹുതി ചെയ്തു. വൃന്ദയുടെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു സസ്യം കിളിർത്തുണ്ടായി. അതാണ് പിന്നീട് തുളസി എന്നറിയപ്പെട്ടത്. ചില പുരാണങ്ങൾ അനുസരിച്ച് തുളസിയുടെ ശാപം കാരണം മഹാവിഷ്ണുവിന് തന്റെ ഭാര്യമാരിൽ നിന്ന് വേർപിരിയേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീരാമന്റെ അവതാരത്തിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതും അതിലൂടെ രാമൻ സീതയെ വേർപിരിയേണ്ടി വന്നതും തുളസിയുടെ ശാപത്തിന്റെ ഫലമാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. എന്നാൽ തുളസിയെ മഹാവിഷ്ണു പിന്നീട് തന്റെ പ്രിയപ്പെട്ട സസ്യമായി വാഴ്ത്തുകയും എല്ലാ വർഷവും തുളസി വിവാഹം എന്ന പേരിൽ തുളസിയെ സാലഗ്രാമം വിഷ്ണുവിന്റെ രൂപം ഉപയോഗിച്ച് വിവാഹം കഴിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ശാപത്തിന് ഒരു പരോക്ഷമായ അനുഗ്രഹ സ്വഭാവം കൈവരുന്നുണ്ട്. ഇത് അവരുടെ ബന്ധത്തിന്റെ പരിശുദ്ധിയെയും പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു.